18,000 കിലോമീറ്റർ കൊടുക്കുന്ന വാറണ്ടി വരുമ്പോൾ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി, അത് കൂടാണ്ട് 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയുമാണ്. 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ വലിയൊരു വാഹനം നോക്കുന്നവർ, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വെറും 65,000 കിലോമീറ്റർ, 81,000 കിലോമീറ്റർ, അതും നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ്. ഏറ്റവും ടോപ്പ് എൻഡിൽ അത് നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ, അതും 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന 10 ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു SUV നോക്കുന്നവരെ സംബന്ധിച്ച്, അതും ക്രെറ്റ ലോ കിലോമീറ്ററിൽ മോഡൽ കൂടിയ ഒരു വാഹനം അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് 7,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഒരു 7 സീറ്റർ വാഹനം. ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,90,000. ഏകദേശം ട്രാക്ക് ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ വാഹനം ഇറക്കാം. നമുക്ക് ഒരു 10 ലക്ഷം റേഞ്ചിലേക്ക് തന്നെ വരുന്ന ഒരു SUV ആണ്. ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ക്യാപ്സിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ന്യൂ ഇയർ ഒക്കെ അതിന് ശേഷം ഏകദേശം ഒരു അരമാസമൊക്കെ കഴിഞ്ഞാണ് നമ്മളിവിടെ എത്തുന്നത് അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല SUV കളക്ഷൻസ് ആണ് ഇത്തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ക്രെറ്റ, സെൽട്ടോസ്, ജീപ്പ് കോംപ്രസ്, 7 സീറ്റർ ക്യാരൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. MGയുടെ നല്ല കളക്ഷന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ലോ കിലോമീറ്റർ വാഹനങ്ങൾ മോഡൽ കൂടിയത്, കൂടുതൽ നമുക്ക് ഇവർ വാറണ്ടി കാര്യങ്ങളെല്ലാം നമുക്ക് പുതിയൊരു കാർ പോലെ തന്നെ വാറണ്ടി കാര്യങ്ങളെല്ലാം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ടെൻഷൻ ഫ്രീ ആയിട്ട് നല്ല ക്വാളിറ്റിയിൽ ലോ കിലോമീറ്ററിലുള്ള മോഡൽ കൂടിയ കാറുകൾ നോക്കുന്നവരെ സംബന്ധിച്ച് തീർച്ചയായും നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കിഡ്ലം ഷോറൂമാണ് ക്യാപ്സ്. ഒത്തിരി നാളായി നമ്മളിവിടെ വർഷങ്ങളോളമുള്ള ഒരു അത്രയും ട്രസ്റ്റഡ് ആയിട്ടൊരു ഷോപ്പാണ്. അപ്പോൾ നമ്മൾ ഒത്തിരി തവണ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ല സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ഷോറൂം കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റാണ്. അപ്പോൾ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് നമ്മൾ ജെഫ്നിയാണ്. മേഡം, നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്യാപ്സിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് മീഞ്ചന്ത മിനി ബൈപ്പാസിലാണ്, കോഴിക്കോട്. തിരുവണ്ണൂരാണ് സ്ഥലം വരുന്നത്. ഇനി അഥവാ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താൽ മതി, അല്ലെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ലൊക്കേഷൻ നമ്മൾ ആ ഒരു വാറണ്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്ന വാറണ്ടി വരുമ്പോൾ 1 ഇയർ എഞ്ചിനും ഗിയർ ബോക്സിനും വാറണ്ടി, അത് കൂടാണ്ട് 1 ഇയർ ബൈബാക്ക് ഗ്യാരണ്ടിയുമാണ്. അതായത് നമ്മളടുത്ത് നിന്ന് എടുക്കുന്ന നമ്മളെ വണ്ടികൾക്ക് 20% ഡിപ്രിസിയേഷനിൽ നമ്മൾ തിരിച്ചെടുക്കും 1 ഇയറിനുള്ളിലാണെങ്കിൽ. ഓക്കെ. അപ്പോൾ നമുക്ക് നമുക്ക് നല്ല ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വന്ന് തിരുവണ്ണൂർ. അതേപോലെ നമ്മൾ ഗൂഗിൾ നോക്കിയാൽ മതി. ഇവിടെ നമുക്ക് ഒരു പിന്നെ ലക്ഷറി കാസിനായിട്ട് ഒരു ഏരിയ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. പുതിയൊരു ഷോറൂമൊക്കെ ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രീമിയം കാസൊക്കെ നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഷോറൂം കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ലോഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾക്ക് നമ്പർ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇന്നൊരു ഏറ്റവും കൂടുതൽ ജനപ്രിയമായ ഒരു മോഡലാണ് ക്രെറ്റ, അതും വൈറ്റ് ഫിനിഷിങ്ങിൽ ഏറ്റവും ടോപ്പ് എൻഡിൽ സൺറൂഫ്, പനോരമിക് സൺറൂഫ് കാര്യങ്ങൾ, കൂടെ തന്നെ നമുക്ക് ഫാൻസി നമ്പറൊക്കെ വരുന്ന ഒരു വൈറ്റ് ഫിനിഷിംഗ് വാഹനം. ഇതെങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2020 മോഡല് SX പെട്രോൾ മാനുവൽ ആണ്. 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 43,000 കിലോമീറ്റർ 2020 സെക്കൻഡ് ഓണർഷിപ്പ് അല്ലേ. അന്നത്തെ SX ആണ്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഒരു അപ് ടു 90% ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മേജറായ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ലല്ലോ. ഇല്ല, മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് ഒന്നുമില്ല. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 10,50,000. 10,80,000 അല്ലേ. അതായത് 10.5 ലക്ഷം രൂപയാണ് ഇതിന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപ ബഡ്ജറ്റിലൊക്കെ ഒരു SUV നോക്കുന്നവരെ സംബന്ധിച്ച്, അതും ക്രെറ്റ ലോ കിലോമീറ്ററിൽ മോഡൽ കൂടിയ ഒരു വാഹനം അല്ല. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഒരു വാഹനം ഇറക്കാൻ പറ്റും? നമുക്കൊരു 1 lakh ഒക്കെ ഉണ്ടെങ്കിൽ ഇറക്കാം, സുഖമായിട്ട് ഇറക്കാം. അപ്പോൾ ഇതിന്റെ ഹൈലൈറ്റ് എന്നുള്ള പ്രൈസാണ് വെറും 43,000 കിലോമീറ്റർ 2020 മോഡൽ 10,50,000 ആസ്കിംഗ് പ്രൈസ്. അത് മാക്സിമം ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കാം. അടുത്ത് നമുക്ക് ഇതാണ് കേടെ ഒരു സെൽട്ടോസ് ആണ്. നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന റെഡ് ഫിനിഷിംഗ് വാഹനം. സെൽട്ടോസ് നമുക്ക് ഒത്തിരി കളർ ഓപ്ഷൻസ് ഉണ്ട് അല്ലേ ഇവിടെ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2020 മോഡൽ HTX ആണ്. സിംഗിൾ ഓണർഷിപ്പ്, 67,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. സോ നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ ഒരു വാഹനം നോക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. സ്റ്റിയറിംഗിൽ കൺട്രോൾസ്, എയർ ബാഗ്സ്, LCD ടച്ച് സ്ക്രീന് കാര്യങ്ങൾ, ക്രൂസ് കൺട്രോള്, കൂടെ തന്നെ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, ഈവൻ സൺറൂഫ് ഒക്കെ അടക്കം. സീറ്റ് വെന്റിലേഷൻ വരുന്നുണ്ട് അതിൽ? HDX ആണ്. അപ്പോൾ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ്. കമ്പനി അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനം. 2020 ആണ്. കിലോമീറ്റർ പറഞ്ഞത് 67,000 കിലോമീറ്റർ സെക്കൻഡ് ഓൺഷിപ്പ് അല്ല, സിംഗിൾ ഓൺഷിപ്പ് വാഹനം അല്ലേ. എത്ര നമ്മൾ ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ചോദിക്കുന്ന റേറ്റ് 11,50,000. 11,50,000 അല്ലേ. ഇത് ഏകദേശം 1.5 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. 11,50,000, അതും 65,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക് വേരിയന്റിൽ HTX കേട്ടോ. ഇത് നമുക്ക് അടുത്തൊരു 7 സീറ്ററിലേക്കാണ് പോകുന്നത്. കെയുടെ ഗ്യാരൻസ് ആണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. ഇത് ഡീസലാണോ അതോ പെട്രോൾ ആണോ വരുന്നത്? ഇത് പെട്രോളിൽ IMT. സോ നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് ഗിയർ വരും. നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 7 സീറ്റർ വാഹനമാണ്. അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡഡ് ആണ്. ഇതിന്റെ മോഡൽ കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 2023 മോഡൽ പ്രസ്റ്റീജ് പ്ലസ് ആണ്. പെട്രോൾ IMT, 39,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ്.
എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് 12,90,000. 12,90,000 നമുക്ക് അഡ്ജസ്റ്റബിൾ ആണല്ലോ പ്രൈസ് വരുന്നത്? പ്രൈസ് നെഗോഷ്യബിൾ ആണ്. പിന്നെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും കമ്പനി ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, സെൻട്രൽ AC, കമ്പനി ഇൻബിൽട്ട് ആയിട്ട് ടെസ്ക്രീന് കാര്യങ്ങൾ, പ്രൊജക്ടർ എലാംസ് കാര്യങ്ങൾ. കൂടാതെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് ആണ് 37,000 അല്ലേ? 37,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിൽ ഒരു 7 സീറ്റർ വാഹനം. ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 12,90,000. ഏകദേശം ട്രാക്ക് ഉണ്ടെങ്കിൽ 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ വാഹനം ഇറക്കാം. അടുത്ത് നമുക്ക് നല്ല ഫീച്ചേഴ്സും നല്ല സ്പേസും കൂടെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളെല്ലാം ഉദ്ദേശിക്കുന്നതിനെ സംബന്ധിച്ച് ലോങ് ഡ്രൈവിനൊക്കെ നല്ല കംഫർട്ടായിട്ടുള്ള അത്യാവശ്യം വലിയൊരു വാഹനമാണ് MGയുടെ എക്ടർ അല്ലേ? ഏതാണ്? ഷാപ്പാണോ? ഫുൾ ഓപ്ഷൻ, ഏറ്റവും ടോപ്പ് എൻഡ് ആണ്. അത് പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം. എങ്ങനെയാണ് ഇതിന്റെ മോഡൽ കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2019 മോഡലിൽ പെട്രോൾ ഓട്ടോമാറ്റിക് 81,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിപ്പിനാണ് വരുന്നത്. ഷാർപ്പാണ് ഏറ്റവും ടോപ്പ് എൻഡ് വെഹിക്കിൾ. ഓക്കെ, എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 990 ആണ്. ഇത് മാക്സിമം ലോൺ ഫുൾ ലോണിന്റെ തന്നെ പാസ്സാവുന്ന ഒരു വെഹിക്കിളാണ്. അതായത് 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ വലിയൊരു വാഹനം നോക്കുന്നവർ, അതും ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വെറും 65,000 കിലോമീറ്റർ, 81,000 കിലോമീറ്റർ, അതും നമുക്ക് സിംഗിൾ ഓൺഷിപ്പ് വാഹനമാണ് ഏറ്റവും ടോപ്പ് എൻഡിൽ. അത് നമുക്ക് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ അതും 0 ഡൗൺ പേയ്മെന്റിൽ കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ഫീച്ചറിസ്റ്റിക് ആയിട്ടൊരു വാഹനം അല്ലേ? ഇത് നമുക്കൊരു US ബ്രാൻഡാണ്. ജീപ്പ് കോമ്പസ്, അതും വൈറ്റ് ഫിനിഷിങ്, ഡോൾ ടൂൺ ആണ്. പനോരമിക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ലിമിറ്റഡ് ആണോ? ലിമിറ്റഡ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2019 മോഡൽ ലിമിറ്റഡ് പ്ലസ് ആണ്. സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്നത് 37,000 കിലോമീറ്റർ. വെറും 35,000 കിലോമീറ്റർ അല്ലേ? ഓൺഷിപ്പ് സിംഗിൾ ഓട്ടോമാറ്റിക് സെക്കൻഡ് ഓൺഷിപ്പ് ആണ്. വെറും 35,000 കിലോമീറ്റർ, 2018 മോഡൽ അല്ലേ? 19 മോഡൽ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണല്ലോ അല്ലേ? എല്ലാ വാഹനമാണ്. പക്ക നമുക്ക് ഹൈ പ്രീമിയം സെഗ്മെന്റിൽ വരുന്ന ഒരു ഓഫ് റോഡ് കാപ്പബിലിറ്റി ഒക്കെ വരുന്ന ഒരു വാഹനമാണ്. വെറും 35,000 കിലോമീറ്റർ, സെക്കൻഡ് ഓൺഷിപ്പിൽ 2019 മോഡൽ. പ്രൈസ് വരുന്നത് 12,90,000. 12,90,000 അല്ലേ? ആക്ച്വലി ഈ വാഹനങ്ങളൊക്കെ നമുക്കൊരു 1-2 സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കം ചെയ്യാം അല്ലേ? എഗെയിൻ വീണ്ടും നമുക്കൊരു MGയുടെ എക്ടർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത്യാവശ്യം പല കളർ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് നേരത്തെ വൈറ്റ് ആയിരുന്നു, ഇനി ബ്ലാക്ക് വേണമെന്നുള്ളവർക്ക് 2 ബ്ലാക്ക് വേരിയന്റുകൾ ഉണ്ടല്ലേ? ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡല്. കിലോമീറ്റർ വന്നിട്ട് 18,000 കിലോമീറ്റർ ആണ്. വെറും 18,000 കിലോമീറ്റർ, അതും കാലിക്കറ്റ് രജിസ്ട്രേഷനാണ് വരുന്നത് അല്ലേ? കാലിക്കറ്റ് രജിസ്ട്രേഷനിൽ നമ്മുടെ 3 MG അവൈലബിൾ ആണ്. 3 MG ഉണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടുത്തെ വാഹനം തന്നെയാണ് വരുന്നത്. കൂടെ തന്നെ നല്ല ഫാൻസി നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 55, 44 പനോരമിക് സൺറൂഫ് ഒക്കെ വരുന്ന ഏറ്റവും ടോപ്പ് എൻഡിൽ 5 സീറ്ററിലെ ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? കിലോമീറ്റർ വെറും 18,000 കിലോമീറ്റർ അല്ലേ? എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? നമ്മൾ ചോദിക്കുന്ന ഏകദേശം അടുത്തൊരു റേറ്റ് ആണ് 13,50,000. 13,50,000. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? മാക്സിമം ലോൺ ചെയ്യാം. മാക്സിമം നമുക്ക് ലോണും ചെയ്യാൻ പറ്റും. ലോ കിലോമീറ്റർ ആണ്. ഇങ്ങനെ വീണ്ടും നമുക്കൊരു ബ്ലാക്ക് തന്നെ വരുന്ന ഒരു അടിപൊളി MG എക്ടർ തന്നെയാണ് വരുന്നത്. സെയിം ഫീച്ചേഴ്സിലേക്ക് സെയിം ഇതിലേക്ക് വരുന്നുണ്ട്. ആകെ കിലോമീറ്റർ മാത്രമേ വ്യത്യാസം. എത്ര എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2021 മോഡൽ തന്നെ, ഷാർപ്പ് തന്നെ, പെട്രോൾ ഓട്ടോമാറ്റിക്, 22,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല, 2 വണ്ടിയിലും മേജർ ആയിട്ട് ആക്സിഡന്റ് ഒന്നുമില്ല. ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണ്. കിലോമീറ്റർ പറഞ്ഞ 22,000 തമ്മിൽ ആകെ ചെറിയ കിലോമീറ്ററിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 4,000 കിലോമീറ്റർ ഡിഫറൻസ്. ഒന്ന് 18, ഒന്ന് 22 അല്ലേ? എത്ര ഈ വാഹനത്തിന് സെയിം റേറ്റ് തന്നെ? 13.5 ലക്ഷം. 13 ലക്ഷമാണ്. ഇതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാക്സിമം, അതായത് ഫുൾ ഓൺലൈൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. സോ നല്ല ഫീച്ചേഴ്സും അതും നമുക്ക് ലോ കിലോമീറ്റർ വാഹനം നോക്കുന്നവർക്ക് 2 ബെസ്റ്റ് ഓപ്ഷനാണ്. ദെൻ അഗെയിൻ വീണ്ടും നമുക്ക് കേയുടെ ഒരു സെൽട്ടോസ് തന്നെയാണ്. നേരത്തെ റെഡ് ഫിനിഷിംഗ് ആയിരുന്നെങ്കിൽ ഇത് വൈറ്റ് ഫിനിഷിംഗ് ആണ് വരുന്നത്. അത് നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ന്യൂ എംബ്ലൊക്കെ വരുന്ന ഒരു മോഡലാണ്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2022 മോഡലിൽ 33,000 കിലോമീറ്റർ ആണ്. ഇത് HTXൽ സിംഗിൾ ഓൺഷിപ്പ് ആണ്, പെട്രോൾ ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്. അത് 31,000 കിലോമീറ്റർ. 33,000 ലാസ്റ്റ് സർവീസ് വരെ ഇപ്പോൾ ഡൺ ആണ്. നിലവിലൊന്നും ചെയ്യിക്കാനില്ല. നേരെ നമുക്ക് ഫ്യൂൽ അടിച്ച് അങ്ങ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത്രയും നമുക്ക് A to Z ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടിയാണ്. വെറും 33,000 കിലോമീറ്റർ, 2022 മോഡൽ വാഹനം അല്ലേ? എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? 13,90,000 ആണ്. ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം എടുക്കാം. ദെൻ നമുക്ക് അടുത്ത ഒരു ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. അതും വൈറ്റ് ഫിനിഷിംഗിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡല് വെറും 40,000 കിലോമീറ്റർ ഉണ്ട്. അത് 14,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്കാ ലോ കിലോമീറ്റർ വാഹനം അല്ലേ? വെറും 14,000 ഓപ്ഷൻ വരുന്നത്. ഏറ്റവും ഹൈ എൻഡ് വേരിയന്റ് അല്ലേ? മാനുവൽ ആണ്.
സോ അത്യാവശ്യം നല്ല മൈലേജും കംഫർട്ടും ബിൽഡ് ക്വാളിറ്റി പെർഫോമൻസ് ഒക്കെ ചൂസ് ചെയ്യുന്നവർക്ക് ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റ്. ഈവൻ നമുക്ക് സൺറൂഫ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻക്ലൂഡ് ചെയ്തൊരു വാഹനമാണ്. വെറും 14,000 കിലോമീറ്റർ 2021 മോഡൽ വാഹനം അല്ലേ. എത്ര ചോദിക്കുന്നു ഈ ഒരു വാഹനത്തിന്? 10,90,000. 10,90 അല്ലേ. നമുക്കൊരു 10 ലക്ഷം റേഞ്ചിലേക്ക് തന്നെ വരുന്നൊരു SUV ആണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല ടോപ്പ് ലോഡ് വേരിയന്റ് എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ട് എല്ലാ വെഹിക്കിൾസും ചെറിയൊരു പ്രൈസ് വ്യത്യാസം എന്തായാലും ഉണ്ടാവും. ഉണ്ടല്ലേ. ചെറിയ മാറ്റങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. മാക്സിമം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുമോ? ഇത് നമുക്ക് അടുത്ത് വീണ്ടും ഒരു സെൽട്ടോസ് തന്നെയാണ്. സെൽട്ടോസിന് അടുത്തൊരു കളർ വേരിയന്റ് ആണ് വരുന്നത്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡല് പെട്രോളിൽ മാനുവൽ ആണ്. ഓക്കെ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. സിംഗിൾ ഓൺഷിപ്പ് ആണ് വരുന്നത് അല്ലേ. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? കിലോമീറ്റർ വന്നിട്ട് 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 25,000 കിലോമീറ്റർ മോഡൽ കൂടിയ വണ്ടിയാണ്. 25,000 കിലോമീറ്റർ ആയിട്ടുള്ള മാനുവൽ ആണ് വരുന്നത്. മേജർ ആക്സിഡന്റ് ക്ലൈം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ക്ലൈം ഇല്ല. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എത്ര ഈ വാഹനത്തിന് ചോദിക്കുന്നത്? ഇത് 9,65,000. 9,65 അല്ലേ. അപ്പോൾ ഒരു സെൽട്ടോസ് ഒക്കെ ഒരു 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ്. 9,65 വെറും 25,000 താഴെ കിലോമീറ്റർ അല്ലേ. അത് നമുക്ക് മാക്സിമം ട്രാക്ക് ഉണ്ടെങ്കിൽ ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ലേ. അടുത്ത് നമുക്കൊരു IMT ഗിയർ ബോക്സിൽ വരുന്ന ഒരു സെൽട്ടോസ് ആണ്. സെയിം കളർ ഓപ്ഷൻ, സെയിം കളർ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് ക്ലച്ച്ലെസ് ആയിട്ട് യൂസ് ചെയ്യാം. സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനമാണ്. 360 ക്യാം, അതേപോലെ ക്രൂസ് കൺട്രോള്, മാനുവൽ ആണ് വരുന്നത്. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് അല്ലേ. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? 2021 മോഡലിൽ HTK+ ആണ്. IMT വരുന്ന സിംഗിൾ ഓൺഷിപ്പ്, 56,000 കിലോമീറ്റർ പെട്രോളിൽ. ഓക്കെ. മേജർ ഫുൾ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവൈലബിൾ ആണല്ലോ അല്ലേ. എത്ര ചോദിക്കും നമ്മൾ ഈ വാഹനത്തിന്? 9,90,000. 9,90. ഇതൊക്കെ 10 ലക്ഷത്തിന് താഴെ ബഡ്ജറ്റിൽ SUV നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് അല്ലേ. ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് ഡൗൺ പേയ്മെന്റ് വാഹനം ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 1 lakh ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും. 1 lakh ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. MG ഹെക്ടർ തന്നെയാണ്. വൈറ്റ് ഫിനിഷിംഗ് ആണ്. കാലിക്കറ്റ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം. ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ 5 സീറ്ററിൽ ഷാപ്പ് ഇല്ല. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ വരുന്നത്? ഇത് 2021 മോഡൽ തന്നെ. 20-something കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓൺഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റും കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ ഓട്ടോമാറ്റിക്. എത്ര ചോദിക്കുന്ന ഈ വാഹനത്തിന്? നമ്മൾ ചോദിക്കുന്ന റേറ്റ് സെയിം റേറ്റ് 13,50,000. 13,50. അപ്പോൾ ഈ ഒരു റേറ്റിൽ നമുക്ക് 3 വാഹനങ്ങളാണ്. അതും ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി 3 വാഹനങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടായിരുന്നത് ക്യാപ്സിലാണ്. അപ്പോൾ നമുക്ക് പുതിയ കുറച്ച് സ്റ്റോക്കുകൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വന്ന ലോ കിലോമീറ്റർ വാഹനങ്ങൾ മാക്സിമം വിലക്കുറവിൽ ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഫുൾ ഓൺ നമുക്ക്. ഞാൻ കിലോമീറ്റർ പറഞ്ഞ ചെറിയൊരു മാറ്റം ഉണ്ട്. 11,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പക്ക ലോ കിലോമീറ്റർ വണ്ടിയാണ്. അപ്പോൾ നമുക്ക് എല്ലാം നമുക്ക് 11, 13, 20 ആ ഒരു 25 ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഒത്തിരി വാഹനങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. ഒക്കെ നമുക്ക് നമുക്ക് ലോ കിലോമീറ്റർ വാഹനങ്ങളാണ്. അപ്പോൾ ട്രാക്ക് കാര്യങ്ങളൊക്കെ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനങ്ങൾ ഫുൾ ഓണിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കാലിക്കറ്റ് മീൻചന്ത ബൈപ്പാസിലാണ്. ക്യാപ്സിൽ നിന്ന് ഞങ്ങൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്താലും ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്ന ഒരു വീഡിയോ കാണാം. റിയാസ് ആൻഡ് ജഫ്ന സൈനിങ് ഓഫ്.